ജോഷുവ അദ്ധ്യായം 19. ശിമെയോൻ. രണ്ടാമത്തെ നറുക്ക് ശിമെയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബേർഷേബാം, ഷേബാം, മുളാധാം, ഹാസർ, ഷുവാൽ, ബാലാം, യേസേം, യത്ഡോലാദ്, ബാഥുൽ, ഹോർമാം, സിക്ലാഗ്, ബത്മാർക്കബോദ്, ഹാസർ, സൂസം, ബത്ലേബാവോത്ത്, ഷരുഹേൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഐൻ, റിമ്മോൺ, യത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ബാലാത് ബേർ, നെഗേബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമെയോൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമെയോൻ ഗോത്രത്തിൻ്റെ അവകാശം യൂദായുടെ ദേശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിൻ്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമെയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി സാരിത്ത് വരെ നീണ്ടുകിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാലിൽ എത്തി ദാബേഷെത്ത് വരെ ചെന്ന് യോക്നെയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സരീദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താബോറിൻ്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത്ത് ഹേഫറിലും യത്കാസീനിലും എത്തി റിമ്മോണിലൂടെ നേയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിംറോൺ, ഇദാലാം, ബേത്ലേഹേം എന്നിവയുൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബുലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 4ാമത്തെ നറുക്ക് വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കെസുലോത്ത്, ഷൂനേം, ഹഫാരായിം, ഷിയോൻ, അനാഹരത്ത്, റാബീത്ത്, കിഷിയോൻ, യേബസ്, റേമെത്ത്, എൻഗന്നീം, എൻഹദ്ദ, ബത്പസ് എന്നിവയായിരുന്നു. ഇതിൻ്റെ അതിർത്തി താബോർ, ഷഹസൂമാം, ബത്ഷാമേഷ് എന്നിവിടങ്ങളിൽ എത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണത്. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 5ാമത്തെ നറുക്ക് വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലീം, ബദേൽ, അക്ഷാഫ്, അല്ലാം മെലേക്ക്, അമാത്ത്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബത്ദാഗോനിലേക്ക് പോയി നെയ്യേലിനും ബത്ത്-എമേക്കിനും വടക്ക് യിഫ്താഫേൽ താഴ്വരയും സെബുലൂണും
സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ, എബ്രോൺ, റഹോബം, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട് ടൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ്മാം, ആഫേക്ക്, റാഹോബ് ഇവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6-ാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി ഹെലാഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനെ ഖബ്ബം, യബ്നേൽ എന്നിവിടങ്ങളിലൂടെ ലാഖും കടന്ന് ജോർദാനിൽ എത്തുന്നു. അവിടെ നിന്ന് പശ്ചിമ ഭാഗത്തുള്ള അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞു ഹുക്കോക്കിലെത്തി തെക്ക് സെബുലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദീം, സേർ, ഹമ്മത്ത്, റഖാത്ത്, കിന്നരോത്ത്, ദമാം, റാമാം, ഹാസോർ, കേദേശ്, യദ്രൈ, എൻഹസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറേം, ബത്ത് അനാത്ത്, ബത്ത് ഷാമേഷ് എന്നിവയാണ്. അങ്ങനെ ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാനിൻ്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7-ാമത്തെ നറുക്കു വീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്. സോറാം, യഷ്താവോൽ, ഈർഷാമേഷ്, ഷാലാബീൻ, അയ്യാലോൻ, ഇത്ലാം, ഏലോൻ, തിമ്ന, യക്രോൺ, യൽതെക്കെ, ഗിബ്തോൻ, ബാലത്ത്, യഹൂദം, ബനേബറഖ്, ഗത്രിമോൺ, ജോപ്പായ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മേയർഖോൻ, റാഖോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേഷെമിനെതിരെ യുദ്ധം ചെയ്തു. അത് പിടിച്ചടക്കി അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു. പൂർവ്വപിതാവായ ദാനിയേലിൻ്റെ ഓർമ്മ നിലനിർത്താൻ ലേഷെമിന് ദാൻ എന്ന് പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിൻ്റെ മകനായ ജോഷുവയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച് എഫ്രായിമിൻ്റെ മലമ്പ്രദേശത്തുള്ള തിമ്നാത്ത് സേരാ പട്ടണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിൻ്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമന കൂടാരത്തിൻ്റെ കവാടത്തിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. കർത്താവിൻ്റെ വചനം.